നമസ്കാരം. ലോകത്തിന്റെ ശ്രദ്ധ വീണ്ടും പശ്ചിമേഷ്യയിലേക്ക് തന്നെ തിരിയുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഏറ്റവും പുതിയ പ്രസ്താവന അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമാക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇറാനെതിരെ ഇതുവരെ കണ്ടതിലും വലിയ സൈനിക നടപടിയെക്കുറിച്ച് ആലോചിക്കുകയാണെന്ന് ട്രംപ് വ്യക്തമാക്കിയതായി അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും എല്ലാ സൈനിക ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും തീരുമാനം എടുക്കുന്നതിനോടൊപ്പം വളരെ അടുത്തിരിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിനൊപ്പം മറ്റൊരു ശ്രദ്ധേയമായ പരാമർശവും ട്രംപ് നടത്തിയിട്ടുണ്ട്. ഇറാൻ ഇതുവരെ ആവശ്യത്തിന് വേദന അനുഭവിച്ചിട്ടില്ലെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്ക വിവിധ സൈനിക സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്നും നിലവിൽ അന്തിമ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെങ്കിലും ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ടെന്നുമുള്ള സൂചനകളാണ് ട്രംപിന്റെ വാക്കുകളിലുള്ളത്. ഇതിനിടയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇറാൻ ചർച്ചകളിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു അന്തിമ കരാറിലെത്താനുള്ള തയ്യാറെടുപ്പ് അവർ ഇതുവരെ കാണിച്ചിട്ടില്ലെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ നയതന്ത്രവും സൈനിക സമ്മർദ്ദവും ഒരേ സമയം ഉപയോഗിക്കുന്ന സമീപനമാണ് അമേരിക്ക സ്വീകരിക്കുന്നത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രംപിന്റെ മുന്നറിയിപ്പിന് മുൻപ് തന്നെ അമേരിക്കൻ സൈന്യം നേരിട്ട് ഇറാനിൽ പ്രവേശിച്ച് ആക്രമണം നടത്തിയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ടെഹ്റാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ നിലപാട് വ്യക്തമാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഏത് നടപടിയും ശക്തമായ സൈനിക മറുപടി നൽകുമെന്നാണ് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അതിനാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പുതിയ പ്രസ്താവനകൾ പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. അഭിമുഖത്തിൽ ട്രംപ് മറ്റൊരു പ്രധാന കാര്യം കൂടി പറയുന്നുണ്ട്. അമേരിക്ക ആവശ്യപ്പെട്ടാൽ വളരെ വേഗത്തിൽ ഇസ്രയേൽ ഏത് സൈനിക നടപടിയിലും പങ്കാളിയാകുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ അമേരിക്കയ്ക്ക് ഒരു സൈനിക നടപടി ആരംഭിക്കാൻ ഇസ്രയേലിന്റെ പിന്തുണ നിർബന്ധമല്ലെന്നും കൂടി ട്രംപ് പറയുന്നുണ്ട്. ഇസ്രയേൽ നേരിട്ട് പങ്കാളിയാകുന്നത് മേഖലയിലെ സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കാൻ ഇടയാക്കാമെന്നും ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്നും ട്രംപ് പരാമർശിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതും അന്താരാഷ്ട്ര സമൂഹം ഗൗരവത്തോടെ വിലയിരുത്തുന്ന വിഷയമാണ്. പശ്ചിമേഷ്യയിലെ ചെറിയൊരു സൈനിക നീക്കം പോലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് ഈ മേഖലയിലാണ്. ഈ പ്രദേശത്ത് സംഘർഷം ശക്തമാകുമ്പോഴെല്ലാം ആഗോള എണ്ണവില ഉയരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതിനാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഓരോ പ്രസ്താവനയും ഓരോ സൈനിക നീക്കവും ലോക സാമ്പത്തിക രംഗവും അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇറാൻ ഇതുവരെ ആവശ്യത്തിന് വേദന അനുഭവിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒരു ഉത്തരവാദിത്തമുള്ള ലോക നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സമീപനമല്ല ഉള്ളത്. ഇത്തരം പരാമർശങ്ങൾ സംഘർഷം കുറയ്ക്കുമോ അതിനു പകരം കൂടുതൽ രൂക്ഷമാക്കാനുള്ള സാധ്യതയുമാണ് വർദ്ധിപ്പിക്കുന്നത്. യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ സാധാരണ ജനങ്ങളാണ് എന്ന യാഥാർത്ഥ്യം ഇത്തരം പ്രസ്താവനകളിൽ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം പുതിയ കാര്യമല്ല. എന്നാൽ ചരിത്രം പലവട്ടം തെളിയിച്ചിട്ടുള്ളത് സൈനിക നടപടികൾ പലപ്പോഴും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകാറില്ല എന്ന് തന്നെയാണ്. ഒരു ആക്രമണം മറ്റൊരു തിരിച്ചടിയിലേക്ക് നയിക്കുകയും ഒടുവിൽ അതിൻ്റെ ആഘാതം മുഴുവൻ മേഖലയിലേക്കും ലോക സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുകയും ചെയ്യും. ഇത്തരം സാഹചര്യത്തിൽ ഇസ്രയേലിൻ്റെ സാധ്യതയുള്ള പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഒരു പ്രാദേശിക സംഘർഷം വളരെ വേഗത്തിൽ ബഹുരാഷ്ട്ര ഏറ്റുമുട്ടലായി മാറാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഓരോ പ്രസ്താവനയും അതീവ ഉത്തരവാദിത്തത്തോടെ നടത്തേണ്ടതാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം അവിടെ മാത്രം ഒതുങ്ങുന്നില്ല. ആഗോള എണ്ണവില ഉയരുകയും ചരക്ക് നീക്കം തടസ്സപ്പെടുകയും ലോകമെമ്പാടുമുള്ള സാധാരണ ജനങ്ങൾ വിലക്കയറ്റത്തിന്റെ ഭാരം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അതിനാൽ യുദ്ധഭീഷണിയേക്കാൾ ചർച്ചകളും നയതന്ത്രപരമായ പരിഹാരങ്ങളും മുന്നോട്ട് വയ്ക്കുകയാണ് ലോകം. ഒരു ശക്തരാഷ്ട്രത്തിന്റെ നേതാവെന്ന നിലയിൽ ട്രംപ് സ്വീകരിക്കേണ്ടത് ഭീഷണിയുടെ ഭാഷയല്ല, സമാധാനത്തിന്റെയും സംവാദത്തിന്റെയും ഭാഷയാണ്. സൈനിക ശക്തി പ്രകടിപ്പിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ യുദ്ധം ഒഴിവാക്കി പ്രശ്നങ്ങൾക്ക് നയതന്ത്രപരമായ പരിഹാരം കണ്ടെത്തുകയാണ് യഥാർത്ഥ നേതൃത്വത്തിന്റെ അളവുകോൽ. ഇന്നത്തെ ലോകത്തിന് കൂടുതൽ ആയുധങ്ങളല്ല, കൂടുതൽ വിവേകമുള്ള തീരുമാനങ്ങളാണ് ആവശ്യം.